മോദി സർക്കാരിൻ്റെ പുതിയ പെൻഷൻ സ്കീം, യൂണിവേഴ്സൽ പെൻഷൻ സ്കീം, അതെന്താ ഉദ്ദേശിക്കുന്നത് കൊണ്ട്? ഇപ്പോൾ മോഡി സർക്കാരിൻ്റെ പുതിയതായിട്ട് വരുന്നൊരു പദ്ധതിയാണ് യൂണിവേഴ്സൽ പെൻഷൻ സ്കീം. അപ്പോൾ ഈ പെൻഷനെ ചൊല്ലി ആൾക്കാരുടെ മനസ്സിൽ വളരെയധികം പ്രശ്നങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇപ്പോഴത്തെ വ്യവസ്ഥ അനുസരിച്ച് പെൻഷൻ നമ്മുടെ സിറ്റിസൺസിന് 2 തരം സിറ്റിസൺസ് ഉണ്ടാക്കുന്നു എന്നുള്ള പറഞ്ഞ് പലരും കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. അതായത് കുറേ പേർക്ക് നല്ല പെൻഷനുണ്ട്, കുറേ പേർക്ക് നല്ല പെൻഷനുണ്ട്, അത് തന്നെ അതിൽ തന്നെ പെൻഷൻ കിട്ടാത്ത ആൾക്കാർ കുറേ പേര് അങ്ങനെ. അപ്പോൾ ഈ പെൻഷനുള്ളവർ, പെൻഷൻ ഇല്ലാത്തവർ, അങ്ങനെ ഒരു 2 തരം സിറ്റിസൺസായിട്ട് ആൾക്കാർ മാറിപ്പോകുന്നു എന്നൊരു കംപ്ലൈൻറ്റ്. പിന്നെ ഈ പെൻഷൻ കിട്ടുന്നവരിൽ തന്നെ വലിയ തുക പെൻഷൻ കിട്ടുന്ന ഒരു കൂട്ടർ, പിന്നെ വേറൊരു കൂട്ടരുണ്ട് പലതരം പെൻഷൻ കിട്ടുന്നവരുണ്ട്. ഉദാഹരണത്തിന് പൊളിറ്റീഷ്യൻസിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ MLA ആയിരുന്ന ആളുണ്ടാവും, അങ്ങനെ തന്നെ പിന്നീട് MP ആയിട്ടുണ്ടാവും, അങ്ങനെ പല പൊസിഷൻ. MLA പെൻഷനും കിട്ടും, MP പെൻഷനും കിട്ടും, മറ്റു പല പെൻഷനും കിട്ടുന്ന ഒരു സാഹചര്യം. അപ്പോൾ അവർക്ക് ഇഷ്ടം പോലെ 1-ാം തീയതി ആകുമ്പോൾ ഇഷ്ടം പോലെ പൈസയാണ്, വേറെ ഒന്നും അറിയേണ്ട പോവുക, ഒരൊപ്പിടാൻ അറിയാവുന്ന ആർക്ക് വേണമെങ്കിലും ഇഷ്ടം പോലെ പൈസയായി ഈ കാറ്റഗറിയിൽപ്പെട്ടവർ. അതേസമയം ഒന്നും കിട്ടാത്ത വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് കുറേ പേര്. അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ടാണ് ഇപ്പോൾ ഈ യൂണിവേഴ്സൽ പെൻഷൻ സ്കീം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന UPS. അപ്പോൾ രാജ്യത്തെ എല്ലാ തൊഴിലാളികൾക്കും പെൻഷൻ കിട്ടുന്നൊരു സ്കീം, അംഗത്വം ലഭിക്കുന്ന ഒരു സ്കീം, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഗവൺമെൻറ് ജോലിക്കാരല്ലെങ്കിൽ പെർമനൻറ്റ് ജോലിക്കാർ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് പ്രധാനമായിട്ട് പെൻഷൻ കിട്ടുന്നത്. ബാക്കി സ്ഥാപനങ്ങളിൽ, പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർക്കൊന്നും പെൻഷനൊന്നുമില്ല. അപ്പോൾ ഉദാഹരണത്തിന് കുറേ പേര് അങ്ങനെ ഒരു കാറ്റഗറിയിൽപ്പെട്ട, അതായത് സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്, പിന്നെ നിർമ്മാണ തൊഴിലിൽ ഏർപ്പെടുന്ന, ഹൗസ് കൺസ്ട്രക്ഷൻ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാരുണ്ട്, പിന്നെ ഗിഗ് തൊഴിലാളികൾ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അതായത് കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യും, പക്ഷേ കമ്പനിയുടെ ഭാഗമല്ല. ഉദാഹരണത്തിന് വലിയ കമ്പനിയാണെങ്കിൽ അവരുടെ ആൾക്കാരെ സ്ഥിരം കൊണ്ടുവരാനും കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള ടാക്സി ഡ്രൈവേഴ്സ് ഉണ്ടാവും. അവരെ സ്ഥിരമായിട്ട് വിളിക്കുന്നുണ്ട്, കമ്പനിയുടെ തൊഴിൽ അവർ ചെയ്യുന്നുണ്ട്, പക്ഷേ കമ്പനിയുടെ തൊഴിലാളികൾ എന്ന് അവരെ പറയാനും പറ്റില്ല. സ്ഥിരമായിട്ട് അവർക്ക് ജോലി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. വരുമ്പോൾ പൈസ കൊടുക്കും, പക്ഷേ അത് കഴിയുമ്പോൾ അവർ പോകാം, ജോലിക്ക് വിളിക്കുമ്പോൾ പൈസ കിട്ടും. അങ്ങനെയുള്ളൊരു ഗിഗ് തൊഴിലാളികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ വീട്ടുവേലക്കാർ, വീട്ടുജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു. ആ ചെയ്യുന്ന ജോലിയുടെ മണിക്കൂറുകൾ നോക്കി മാത്രമാണ് അവർക്ക് പെൻഷൻ കിട്ടുന്നത്. പക്ഷേ ഇവർക്ക് ആ പൈസ കിട്ടും, ശമ്പളം കിട്ടും, പക്ഷേ പെൻഷനൊന്നുമില്ല പിന്നീട്. അപ്പോൾ പണ്ട് കാലത്ത് ചെയ്ത ജോലി കൊണ്ട് അവർക്ക് യാതൊരു ഉപകാരവും ഇല്ലാതെ പോകും. അപ്പോൾ അതാണ് ഇതിലുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ യൂണിവേഴ്സൽ പെൻഷൻ സ്കീം എന്നുള്ള രീതിയിൽ തുടങ്ങി എല്ലാവർക്കും, അതായത് വീട്ടുവേലക്കാരായിരിക്കാം, നിർമ്മാണ തൊഴിലാളികളായിരിക്കാം, സ്വയം തൊഴിൽ കണ്ടെത്തിയവരായിരിക്കാം, ഗിഗ് തൊഴിലാളികളായിരിക്കാം, ഇവർക്കെല്ലാവർക്കും പെൻഷൻ ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഈ യൂണിവേഴ്സൽ പെൻഷൻ സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓർഗനൈസ് ചെയ്യുന്നത് EPFO എന്ന് പറയും, എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷനാണ് ഇതിൻ്റെ കാര്യങ്ങൾക്ക് ഇപ്പോൾ മേൽനോട്ടം വഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചട്ടക്കൂട് തയ്യാറായി കഴിഞ്ഞാൽ എല്ലാവിധ തൊഴിലാളി പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തിയ ശേഷമായിരിക്കും ഇത് നടപ്പാക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കുറേ പദ്ധതികളുണ്ട് പെൻഷൻ്റെ. അതായത് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്കീമുണ്ട്. പിന്നെ നാഷണൽ പെൻഷൻ സ്കീം ഫോർ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ വ്യവസായികൾക്കൊക്കെ പെൻഷൻ കിട്ടുന്നൊരു സ്കീമുണ്ട്. ഇങ്ങനെ പല പെൻഷൻ സ്കീംസ് ഉണ്ട്. ഈ പറയുന്ന പെൻഷൻ സ്കീമുകളൊക്കെ ഇതോടുകൂടി ഇല്ലാതെയാവും. എല്ലാവർക്കും ഒരു യൂണിവേഴ്സൽ പെൻഷൻ സ്കീം എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ. അപ്പോൾ പിന്നെ അതിൻ്റെ കൂട്ടത്തിലുള്ള വേറൊരു ബെനിഫിറ്റ്, ചിലപ്പോൾ ഈ ഒന്നിലധികം പെൻഷൻ കിട്ടുന്ന ആൾക്കാരുണ്ട്, ആ രീതിയിലുള്ള പെൻഷൻ ഇല്ലാതാകും. പിന്നെ അതേസമയം ന്യായമായ പെൻഷൻ നൽകാനും കഴിയും. ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഗവൺമെൻറ് പണമൊന്നും മുടക്കുന്നില്ല. ഇതിൽ മെമ്പേഴ്സ് ആകുന്നവർ ഒരു നിശ്ചിത തുക അടച്ച്, അങ്ങനെ അവർക്ക് 60 വയസ്സായി കഴിയുമ്പോൾ മേ ബി അറൗണ്ട് 3000 കിട്ടുന്ന രീതിയിലായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ട് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ടൊരു കാര്യം പറയാവുന്ന അവസ്ഥയിലെത്തിയിട്ടില്ല. പക്ഷേ അത് പെട്ടെന്ന് തന്നെ EPFO അല്ലെങ്കിൽ എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ അവരത് ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഉടനെ തന്നെ ഉണ്ടാകും. അപ്പോൾ എല്ലാ ഇന്ത്യക്കാർക്കും പെൻഷൻ കിട്ടുന്ന ഒരു സ്കീം, അതാണ് യൂണിവേഴ്സൽ പെൻഷൻ സ്കീം. അതാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ US അല്ലെങ്കിൽ അമേരിക്ക, യൂറോപ്പ്, കാനഡ, റഷ്യ മുതലായ രാജ്യങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടത്തെയൊക്കെ മോഡലുകൾ കൂടി കണ്ട് മനസ്സിലാക്കിയിട്ടായിരിക്കും ചെയ്യുന്നത്. അതിൻ്റെ എന്തെല്ലാം നല്ല ഗുണങ്ങളുണ്ടോ, സൽഗുണങ്ങളുണ്ടോ, അതെല്ലാം സ്വാംശീകരിച്ചിട്ട് ആ ഗുണങ്ങളൊക്കെ ചേർത്തിട്ടുള്ളൊരു പെൻഷൻ സ്കീമാണ് ഇവർ വിഭാവനം ചെയ്യുന്നത്. പിന്നെ വേറെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ
ഇന്ത്യ ഏജിങ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഇന്ത്യക്കാർ വയസ്സാകുന്ന ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചൊരു റിപ്പോർട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ റിപ്പോർട്ട് അനുസരിച്ച് 2036 ആകുമ്പോഴേക്കും 22 കോടി ആൾക്കാരെങ്കിലും ഇന്ത്യയിൽ 60 വയസ്സ് കഴിഞ്ഞവരുണ്ടാവും. അതായത് ഇന്ത്യൻ പോപ്പുലേഷൻ്റെ 20% ഈ വൃദ്ധന്മാരായിരിക്കും, 60 വയസ്സ് കഴിഞ്ഞവരായിരിക്കും. അപ്പോൾ ഇവർക്കെല്ലാവർക്കും എന്തെങ്കിലും മാസം 1-ാം തീയതി കിട്ടുന്ന ഒരു പദ്ധതി എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരുക്കുക. അതാണ് ഇപ്പോൾ മോഡി ഗവൺമെൻറ് ഈ യൂണിവേഴ്സൽ പെൻഷൻ സ്കീം വഴി ഉദ്ദേശിക്കുന്നത്. അതായത് ആരും പെൻഷനില്ലാത്ത ആരും വേണ്ട, എല്ലാവർക്കും പെൻഷൻ കിട്ടുന്ന ഒരു അവസ്ഥ കൊണ്ടുവരിക. അതേസമയം ഇപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ പല സ്ഥാനമാനങ്ങൾ വഹിച്ചിട്ട് പെൻഷൻ വാങ്ങിക്കുന്ന ആ രീതി അവസാനിപ്പിക്കുക. പിന്നെ വേറെ ആൾക്കാർക്ക് വളരെയധികം ക്രിട്ടിസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആൾക്കാർക്ക് വളരെ വെറുപ്പുണ്ടാക്കുന്ന വേറൊരു രീതിയുണ്ട്. ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിമാർ 2 വർഷത്തേക്ക് അവരെ പേഴ്സണൽ സ്റ്റാഫാക്കി നിർത്തും. അത് കഴിയുമ്പോൾ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ബന്ധുവിന് പേഴ്സണൽ സ്റ്റാഫാക്കും. അങ്ങനെ മാറ്റി അപ്പോൾ അവർക്കെന്ത് ഈ 2 കൊല്ലം കഷ്ടിച്ച് ജോലി ചെയ്തിട്ട് അവർ പോയി കഴിയുമ്പോൾ അവർക്ക് പെൻഷൻ കിട്ടുന്നത് ആജീവനാന്ത പെൻഷനാണ്. നല്ലൊരു തുക പെൻഷൻ കിട്ടും. മരിച്ചു കഴിഞ്ഞാൽ അവരുടെ പെൻഷൻ അവസാനിക്കുന്നില്ല. ചിലപ്പോൾ അവരുടെ ഡിപ്പെൻഡൻസ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കിട്ടും. അങ്ങനെ ഈ സ്റ്റേറ്റ് എക്സ്ചക്കർ എന്ന് പറയുന്ന ഇവിടുത്തെ സർക്കാരിൻ്റെ പണമുള്ളത് ഇങ്ങനെ പെൻഷനിലൂടെ കുറേ പേര് നന്നായിട്ട് ആസ്വദിക്കുകയാണ്. ഇപ്പോൾ തൊഴിലാളികൾക്കും പെൻഷനേഴ്സിനും പൈസ കൊടുത്തു കഴിഞ്ഞാൽ കാര്യമായിട്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നും പറഞ്ഞൊരു കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ ഈ പെൻഷൻ്റെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു റെഗുലറൈസേഷൻ നോമം കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ യൂണിവേഴ്സൽ പെൻഷൻ സ്കീം കൊണ്ടുവരുന്നത്. അതാണ് ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥ. പുതിയ മോദി ഗവൺമെൻറ് പെൻഷൻ സ്കീം. അതിൽ കിസാൻ പദ്ധതി അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ളവർക്കുള്ള പദ്ധതി, പിന്നെ അങ്ങനെ ഒരുപാട് നിരവധി പദ്ധതികളുണ്ട്. അതിൽ ഏറ്റവും ഇപ്പോൾ പുതിയതായിട്ട് വന്നൊരു പദ്ധതിയാണ് ഇപ്പോൾ ഈ വന്നേക്കുന്ന യൂണിവേഴ്സൽ എന്ന് പറഞ്ഞ പദ്ധതി. അല്ല, ഇപ്പോൾ ഈ യൂണിവേഴ്സൽ പെൻഷൻ സ്കീം വന്നു കഴിയുമ്പോൾ ഈ പദ്ധതികളൊക്കെ ഉണ്ടല്ലോ, കർഷകർക്കുള്ള പദ്ധതി, മത്സ്യത്തൊഴിലാളികൾക്കുള്ള പദ്ധതി, പിന്നെ പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ പദ്ധതി, അതേപോലെ നാഷണൽ പെൻഷൻ സ്കീം ഫോർ ട്രേഡേഴ്സ്, ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട പെൻഷനുകളെല്ലാം ഈ യൂണിവേഴ്സൽ പെൻഷൻ സ്കീമിലേക്ക് മാറ്റപ്പെടും. അപ്പോൾ എല്ലാത്തിനും കൂടി ആ ഒരു പദ്ധതി മാത്രമാക്കി മാറ്റാവുന്ന ഒരു രീതിയാണിപ്പോൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ വിഭാവനം ചെയ്യുന്നത്. മാത്രമല്ല പല രീതിയിൽ ഈ പെൻഷൻ ഇപ്പോൾ ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് ആൾക്കാർ, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർ. അപ്പോൾ കണക്കില്ലാത്ത രീതിയിൽ പെൻഷൻ്റെ പേരും പറഞ്ഞ് ഇപ്പോൾ നമുക്കറിയാമല്ലോ KV തോമസ് സാറിൻ്റെയൊക്കെ പെൻഷനെ പറ്റി ഈയിടെ വളരെയധികം ചർച്ചകൾ വന്നു. അതായത് പല സ്ഥാനമാനങ്ങൾ വഹിച്ചിട്ടുണ്ട്, MLA ആയിരുന്നിട്ടുണ്ട്, MP ആയിരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെയർമാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പെൻഷൻ ഒരാൾ തന്നെ പല രീതിയിൽ വാങ്ങിച്ചെടുക്കുക, അതിനൊക്കെ ഒരു തടസ്സം സൃഷ്ടിക്കുക, അത് കൃത്യമാക്കുക, അതൊന്ന് റെഗുലറൈസ് ചെയ്യുക, അതിനൊരു നോം കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആർക്കും വെറുതെ പെൻഷൻ കിട്ടുന്ന രീതി ഉണ്ടാകില്ല. അതേപോലെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നമ്മുടെ ഈ മന്ത്രിമാരുടെ ജനങ്ങളുടെയൊക്കെ പെൻഷൻ മുടങ്ങിയാലും രാഷ്ട്രീയക്കാരുടെ പെൻഷൻ മുടങ്ങുന്നില്ല എന്നൊരു വ്യത്യാസമുണ്ട്. രാഷ്ട്രീയക്കാരുടെ പെൻഷൻ മുടങ്ങുന്നില്ല, അത് തന്നെ രാഷ്ട്രീയക്കാർക്ക് പല പെൻഷൻ കിട്ടുന്നു. അപ്പോൾ പല വാട്സാപ്പ് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്, ഈ രാഷ്ട്രീയക്കാർക്ക് ഇങ്ങനെ പെൻഷൻ കൊടുക്കരുതെന്നും പറഞ്ഞുകൊണ്ട് അതിന് ഒപ്പിടാൻ പറഞ്ഞിട്ട് ഒക്കെ പറഞ്ഞ് വരുന്നുണ്ട്, പ്രധാനമന്ത്രിക്ക് കത്തയക്കാനൊക്കെ. അപ്പോൾ അതിൻ്റെ കാര്യം ഇതാണ്, ഈ മന്ത്രിമാർ പലരും, ഇപ്പോഴത്തെ മന്ത്രിമാർ പലരും പല രീതിയിലുള്ള പെൻഷൻ ഒരേ സമയം അവർ എൻജോയ് ചെയ്യുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. അതിനൊരു തടസ്സം കൊണ്ടുവരണം എന്നാണ് അവർ പറയുന്നത്. MLA പെൻഷനായാലും MP പെൻഷനായി കഴിഞ്ഞാലും ഇങ്ങനെ ഓരോ കാറ്റഗറിയിൽ ഇരിക്കുമ്പോഴും നല്ല വലിയ തുകയാണ് പെൻഷനായിട്ട് കിട്ടുന്നത്. ഈ ഒരാൾ തന്നെ പല രീതിയിലുള്ള പെൻഷൻ വാങ്ങിച്ചു കഴിയുമ്പോൾ രാജ്യത്തിന് അതുകൊണ്ടെന്ന് മാത്രം നഷ്ടമുണ്ടാകും. MLA പെൻഷൻ കിട്ടുന്ന ആൾക്ക് തന്നെ MP പെൻഷനും കിട്ടുന്ന അവസ്ഥയാണ്. അതേപോലെ ഈ ബന്ധുക്കളെ കൊണ്ടുവന്ന് പേഴ്സണൽ സ്റ്റാഫാക്കി വെച്ച് കഴിയുമ്പോൾ എത്രയോ പേരെ വെക്കാനായിട്ടുള്ള പ്രൊവിഷനുണ്ട്. ചിലപ്പോൾ മന്ത്രിയുടെ കിച്ചണിൽ സെർവ് ചെയ്യുന്നത് വരെ ഉണ്ടാവും. ഇവർക്കൊക്കെ 2 വർഷത്തോളം ആകുമ്പോഴേക്കും അവരെ മാറ്റും, എന്നിട്ട് വേറെ ആളെ വയ്ക്കും. ഈ 2 വർഷം ജോലി ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവർക്ക് പെൻഷൻ കിട്ടുന്നത് ആജീവനാന്തമാണ്. ആജീവനാന്തം പെൻഷൻ വാങ്ങിച്ചാലും കഴിയുന്നില്ല. അത് കഴിയുമ്പോൾ അവരുടെ ഈ ഡിപ്പെൻഡൻസ് ആയിട്ടുള്ളവർക്കും ചിലപ്പോൾ കിട്ടിയെന്ന് വരും ഒരു പരിധി വരെ. അപ്പോൾ ഇങ്ങനെ ഈ രാജ്യത്തിൻ്റെ സ്വത്ത് വെറുതെ കൊണ്ടുപോയി ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ തിന്നുന്നതിനും ഒരു തടസ്സം ഇതുകൊണ്ട് ഉണ്ടാകും. പിന്നെ അസംഘടിത മേഖലയിലുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരം.
നമുക്കറിയാമല്ലോ, കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരുണ്ട്, പാടത്ത് പണിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. നമുക്കിവിടെ ഇപ്പം മോദി ഗവൺമെൻറ് കീഴിലുള്ള എല്ലാ പദ്ധതികളിൽ വഴിയുള്ള ആനുകൂല്യങ്ങളും ഇന്ന് കേരളത്തിലുള്ളതും എല്ലാ വിവിധ സംസ്ഥാനങ്ങളിലും കിട്ടുന്നുണ്ട്. പക്ഷേ അത് ഒരു പരിധി കൂടുതൽ നമുക്ക് ഇവിടേക്ക് എത്തിപ്പെടുന്നില്ല. നമുക്ക് പിന്നെ കേരളത്തിൽ ഇപ്പം ഒരു ട്രഡീഷനായിട്ട് മാറിയേക്കാണല്ലോ. എന്ത് വന്നാലും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് തലവൂരുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. എന്ത് പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാലും അത് ഇപ്പോൾ സമരം നടത്തുന്ന ആൾക്കാരുണ്ടല്ലോ, ആശാ വർക്കേഴ്സിൻ്റെ കാര്യമായി തൊട്ട് പഞ്ചവത്സര പദ്ധതി വരെയുള്ള ഏത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അത് കേന്ദ്രം നമ്മളെ ആക്രമിക്കുകയാണെന്ന് പറഞ്ഞ് അവർ തടിയപ്പോൾ അതാണ് അവരുടെ രീതി. അപ്പോൾ ഈ ഏത് കേസ് വന്നു കഴിഞ്ഞാലും അവർക്ക് കേന്ദ്രത്തെ കുറ്റം പറയലാണ്, അതൊരു പോളിസിയാണ് അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഒരു കാര്യം ആലോചിക്കുക, CPM കേന്ദ്രം ഭരിക്കുകയാണെന്ന് വിചാരിച്ചു. ആ സമയത്ത് കേരളത്തിൽ മാത്രം BJP ഗവൺമെൻറ് ഉണ്ടെന്ന് വിചാരിച്ചു. ഈ BJP ഗവൺമെൻറ്റിന് CPM കേന്ദ്രം എന്തോരം മാനിക്കും? അടുപ്പിക്കില്ല, അവർ ഒന്നും കൊടുക്കില്ല. അതാണ് CPMൻ്റെ നേച്ചർ. CPM ഒരിക്കലും ഇമ്പാർഷ്യലായിട്ടോ ന്യൂട്രലായിട്ടോ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ല. പിന്നെ ഇത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻലി അതാണ് ഈ പർപ്പസ്, ഈ കേന്ദ്രത്തെ കുറ്റം പറയുക എന്നുള്ളത്. കേന്ദ്രം ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഇമ്പാർഷ്യൽ ആകില്ല, കംപ്ലീറ്റ്ലി ന്യൂട്രൽ ആകില്ല. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിക്ക് BJPയുടെ ന്യൂട്രാലിറ്റിയെയും ഇമ്പാർഷ്യാലിറ്റിയെയും ക്രിട്ടിസൈസ് ചെയ്യാൻ മാത്രം ഉള്ള യോഗ്യതയുണ്ടോ എന്നുള്ളത് സംശയമാണ്. എന്തായാലും ഈ പുതിയ പദ്ധതി മറ്റു പദ്ധതികൾ പോലെ വിജയമാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.